നീ എന്താണ് വെച്ചാൽ ഈ കടുവ് മുഴുവൻ കളയാണ് താഴെ കിടക്കുന്ന കടുവ് കണ്ടോ? ഇവിടെ കടുവൊക്കെ താഴെ പോകാൻ വേണ്ടി കടുവൊക്കെ ആവുമ്പോൾ താഴെ പോകും. കടുവ് താഴെ പോയാൽ ഇവിടെ വഴക്കുണ്ടാകുന്നുണ്ട് അറിയത്തില്ലേ? ഒത്തിരി ശകല കടുവല്ലേ താഴെ പോയത്, അതൊന്നും തൂത്താ പോരെ. ഞാൻ ഇപ്പൊ തൂത്താറ് ചൂല് കിടക്കുന്നു, തൂത്താ പോരെ. തൂത്താ മതി. ഇവിടെ കടുവ് താഴെ പോയാൽ സ്ഥിരം വഴക്കുണ്ടാകും കൊച്ചേ. ഞങ്ങളെ വീട്ടിൽ ആര് പറഞ്ഞു? കൊച്ചി ഫോണെ കുത്തിക്കൊണ്ടിരിക്കും. ഇവിടെ തുണി അലക്കാൻ കിടക്കുന്നു, നല്ല മഴ വരുന്നുണ്ട്, തൂത്ത് വരാൻ കിടക്കുന്നു, എന്തോരം പഴയ കിടക്കുന്നു. ഈ ഫോണെ കുത്തിക്കൊണ്ടിരിക്കുവാന്ന്. ഞാൻ പോയി തുണി അലക്കിക്കോളാം. തൂത്ത് വരാനൊക്കെ കിടക്കുന്നുണ്ട്. ഒന്നും കാണുന്നില്ലേ? തുണി മടക്കാൻ കിടക്കുന്നു, ഇനി എന്തോരം പണിയുണ്ട്. അപ്പോഴേ ഇവിടെ പോയി കിടക്കുവാണെന്ന്. ഈ വിളക്ക് കത്തിക്കാൻ സമയമായി. തുണി മടക്കി വെക്കണം, തേച്ച് മടക്കാൻ കിടക്കുന്നു, പിന്നെ വെള്ളം പോരാൻ കിടക്കുന്നു, തൂത്ത് വാരാൻ കിടക്കുന്നു, വിളക്ക് കത്തിക്കാൻ പോട്ടെയാണ്. ഞാൻ ഇത്ര നേരം ഒരു പണിയും ചെയ്യാൻ ഇങ്ങനെ കസാര കയറി ഇരുന്നേച്ചാൽ മതി. ഇതിന് നല്ല ഒന്നാന്തര അച്ഛനോട് ഞാൻ പറഞ്ഞ ഈ പെണ്ണിനെ വേണ്ടെന്ന്. അപ്പം അവൻ ഇത് കൂടിയേ തരുള്ളൂ. നല്ല ഒന്നാന്തര ഒരു പെണ്ണിനെ കിട്ടിയതിന് നല്ല സൗന്ദര്യമുള്ളൂ, സ്ത്രീധനം കിട്ടുന്ന ഒരു പെണ്ണിനെ കിട്ടിയതിനെ അവനപ്പോൾ ഇത് തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് കാരണം അനുഭവിച്ചോട്ടെ. ഞാൻ അന്നേരം അവനോട് പറഞ്ഞതായില്ല, ഞാൻ കിടന്ന് ചെയ്തോണം, പണിയല്ല ഞാൻ ചെയ്തോണം പറഞ്ഞോണ്ട് ഇങ്ങനെ അങ്ങ് നടന്നാ മതി. ഹലോ അമ്മ, എനിക്ക് ഇവിടെ പറ്റുന്നില്ല. അമ്മയാണ് ഇവിടെ ഭയങ്കര പോരാ, ഭയങ്കര പ്രശ്നമാണ്, എപ്പോഴും പരാതി, എന്നെ കുറിച്ച് പറച്ചിലൊക്കെയാണ്. വേറെ ആരും വരണ്ട അമ്മ, ആന്റി ആയിട്ട് നോക്കാൻ അത് വരുന്ന പുതുപ്പള്ളിയിലെ അമ്മയൊക്കെ അല്ലേ വരുന്നത്? എന്നാണ് വരുന്നത്? അത് ഞാൻ വിളിച്ചിട്ട് വരുവാ. അമ്മയൊക്കെ ഇങ്ങനെ വരട്ടെ, എന്ന കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാകണം. പതിവില്ലാതെ ഞാൻ ഇപ്പൊ ഇറങ്ങിയത് ഈ സമയത്ത്. അല്ല ഇവിടെ ഏതാണ്ടൊക്കെ ഏതാണ്ടൊക്കെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞെന്താ പിന്നെ ഒന്ന് വന്നിട്ട് പോകാന്ന് വെച്ചു. അതിനാണ് ഇവിടെ ഭയങ്കര ഏതാണ്ട് വഴക്കോ ഏതാണ്ടൊക്കെയാന്ന് പറയുന്നു. എനിക്കറിയത്തില്ല, ഇവിടെ ഞാനൊരു വഴക്ക് വീടാൻ പോയില്ല, ഉള്ള കാര്യം പറയുന്നതല്ല. ഞാൻ എന്റെ പെണ്ണിനെ ചുമ്മാതാണ് ഇങ്ങോട്ട് വിട്ടത്. ചുമ്മാ എന്ന് പറഞ്ഞാലും കെട്ടിച്ചു വിട്ടിട്ട് വന്നപ്പോ വീട്ടിലൊരു പണിയൊക്കെ ചെയ്യണമെന്നുള്ള അറിയില്ല. നിങ്ങൾ ചോദിച്ചത് ഏത് ഓഹരി എല്ലാം തന്നിട്ടില്ലേ? തന്നതൊക്കെ ശരി തന്നെയാ. എന്നും പറഞ്ഞോണ്ട് വീട്ടിൽ എപ്പോഴും ചുമ്മാ ഫോണെ കുത്തിക്കൊണ്ടിരിക്കാൻ ഒക്കുവോ? എന്തേലും കണ്ടതിന് എന്തേലും ചെയ്യണ്ടായി. ഞങ്ങൾ ഏറ്റവും കൊഞ്ചിച്ചായില്ലേ വളർത്തിയത്. അതുകൊണ്ടാ ഇങ്ങനെ വന്നത്. അവരുടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് വല്ല വീട്ടിലും പോകുമ്പോ ജോലിയൊക്കെ ചെയ്ത് വേണ്ടായിരുന്നു, പഠിപ്പിച്ചിട്ട് വേണ്ടായിരുന്നു വിടാൻ. അയ്യോ എൻ്റെ അമ്മ, ഇന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അവള് കടുവ് അങ്ങോട്ട് ഇട്ടപ്പോൾ അവിടെ കയ്യിൽ നിന്ന് ഒരു പിടി കടുവ് അങ്ങ് താഴെ പോയി. അന്നേരമേ ഞാൻ പറഞ്ഞ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ വെച്ചാൽ ആ കടുവ് താഴെ പോകരുന്നു. അപ്പം അവള് പറഞ്ഞു അതെൻ്റെ കയ്യിൽ സ്ഥിരമായിട്ട് പോകുന്നത് ഈ കടുവായി ഇതിനകത്ത് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നത്. കടുവ് താഴെ പോയ കുടുംബങ്ങളുണ്ടാവും. അന്നേരമേ ആ കൊച്ചിനോട് പറഞ്ഞതാണെന്ന്. ഞങ്ങൾ ഇതൊന്നും അറിയാതെയാണ്. ഞങ്ങൾ അന്ന് ഇത്രയൊന്നും ചൂടാവത്തില്ല, ഞങ്ങൾക്ക് അബദ്ധം പറ്റിക്കും. ഈ കൊച്ചിനോട് ഞാൻ അന്നേരം പറഞ്ഞ കടുവ് പോയാൽ ഇങ്ങനെ വഴക്കുണ്ടാവും, താഴെ പോയാൽ വഴക്കുണ്ടാവും എന്ന് പറഞ്ഞതാ. ഈ പിള്ളേർക്കൊക്കെ ഇത് വല്ലതും അറിയുമോ ഈ കടുവിന്റെ വിഷയമൊക്കെ? പണ്ടത്തെ കാര്യമൊക്കെ ഈ പിള്ളേർക്ക് അറിയുമോ? നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ അത്രയും ഞാനും ഓർത്തില്ല. ഇതാ പ്രശ്നം, ഇത്രയേ ഉള്ളൂ പ്രശ്നം. അല്ലാതെ ഇവിടെ ഒരു വഴക്കോ അല്ല ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്രയേ ഉള്ളു കാര്യം. ഈ കടുക പ്രശ്നം, ഈ കടുകാപ്പൊ പ്രശ്നക്കാരല്ലേ? അത് തന്നെ. അപ്പം കടുക് എല്ലാ വീട്ടിലും ഒരു പ്രശ്നക്കാരനാണോ? നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ? അപ്പൊ ഞങ്ങൾക്കും ഇപ്പോൾ ചെറിയ സംശയമുണ്ട്, കടുക് പ്രശ്നക്കാരനാണോ ഇല്ലെന്ന്, അല്ലേ? അല്ലേ? നിങ്ങൾക്ക് ഇതേപോലെ അനുഭവം ഉണ്ടെങ്കിൽ കമന്റിലോട്ട് രേഖപ്പെടുത്തുക. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.